ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ സ്ത്രീകളുടെ കൂടുതലും ചുരിദാറുകൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം ചുരിദാർ ഒരു സെറ്റിനേക്കാളുപരി ടോപ്പും പാൻറ്റും സെപ്പറേറ്റ് ആണ് വാങ്ങുന്നതെങ്കിൽ പോലും ചുരിദാർ സെറ്റ്, അതായത് ഒരു പാൻറ്, ഷോള്, ടോപ്പ്, ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ച് മടക്കി വെക്കുന്ന ഒരു ഫോർമാറ്റ് പലരും നന്നായിട്ട് തന്നെ ഒരു സെറ്റായിട്ട് തന്നെ ചെയ്ത് വരാറുണ്ട്. എങ്കിലും കുറേയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളവർ ടോപ്പ് വേറുണ്ട്, പാൻറ് വേറുണ്ട്, ഷോൾ വേറുണ്ട്. അങ്ങനെ വരുമ്പം നമ്മൾ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് എവിടെയെങ്കിലും പോകുമ്പോൾ ടോപ്പ് മാത്രം കിട്ടും, പിന്നെ അതിന്റെ പാൻറ് ഷോൾ ഒക്കെ നമ്മൾ എടുക്കുന്നത്. അപ്പൊ ആ ഒരു ഇത് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് മൂന്ന് സെറ്റ് എന്നുള്ളത് ഒന്നിച്ചാക്കി വെക്കുന്ന ഒരു ഫോർമാറ്റിലാണ് ഇന്ന്. അപ്പൊ വാഴ ഇത് നമ്മുടെ ഒരു ചുരിദാർ നമ്മൾ അലക്കി അയയിലിടുമ്പോൾ, ഉണങ്ങാനായിട്ട് ഇടുമ്പോൾ ഇങ്ങനെ തിരിച്ചിട്ടാണ് ഇടാറ്. അത് എല്ലാവരും അങ്ങനെയാണ്, കാരണം നമ്മുടെ ചുരിദാറിന്റെ കളർ ഫെയ്ഡ് ആവാതിരിക്കാനും ഒക്കെ ഇങ്ങനെ തന്നെ ഉണക്കുന്നതാണ് നല്ലത്. പക്ഷേ ഉണക്കി കഴിഞ്ഞിട്ടും പലരുടെയും ഞാൻ കണ്ടിട്ടുള്ളത് ഇത് ഇങ്ങനെ തന്നെ എടുത്തു വെക്കും, ഇതുപോലെ അങ്ങെടുത്ത് മടക്കും. ഈ ഒരൊക്കെ ഒന്നെങ്കിൽ ഈ കൈ ഉള്ളതെല്ലാം ഇങ്ങോട്ടങ്ങനെ ഇടും, അല്ലെങ്കിൽ അത് അകത്തോട്ടങ്ങനെ വെക്കും. ഇത് പലരുടെയും കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് തോന്നിയത്. കാരണം ഒരുപാട് പേര് ഈ പറയുന്നെങ്കിലും ഒരുപാട് പേര് നല്ല രീതിയിൽ മടക്കിയൊക്കെ വെക്കുന്നുണ്ട്. എങ്കിലും ഈ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്യുന്നവര് ഞാൻ ഈ പറയുന്ന രീതിയിൽ ട്രൈ ചെയ്യുന്നുണ്ട്. അതായത് എന്റെ വീഡിയോ കാണുന്നവര് അവരവർക്ക് അറിയാലോ അവരവരുടെ തുണി എങ്ങനെയൊക്കെയാണ് മടക്കി വെക്കുന്നത്. അത് മാറ്റി ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാർഡ്രോബിൽ സ്പേസ്, അതായത് ഒരു 10 മെറ്റീരിയൽ ഉൾക്കൊള്ളേണ്ട അടുത്ത് ഈ രീതിയിലാണ് നമ്മൾ മടക്കി വെക്കുന്നതെങ്കിൽ അവിടെ 5 6 ഒക്കെ പറ്റുള്ളൂ. അതേസമയം 10 ഉൾക്കൊള്ളേണ്ട ഒരു സ്പേസിൽ നമുക്ക് ഞാൻ ഈ കാണിക്കുന്ന ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 15-20 മെറ്റീരിയലോളം നമുക്ക് അവിടെ വെക്കാൻ പറ്റും. നമുക്ക് നന്നായിട്ട് സ്പേസ് കിട്ടും. തുണി മടക്കി വെക്കുന്നത് നല്ല രീതിയിലാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതല്ല വലിച്ചു അത് ഇടുവാണെങ്കിൽ നമുക്ക് സ്പേസ് തികയത്തില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒന്നും കണ്ടു നോക്കേ. ഫസ്റ്റിലെ തന്നെ നമ്മുടെ ഈ ഒരു ടോപ്പ് നല്ല ഭാഗമാക്കി തന്നെ തിരിച്ചിടുക. എന്നിട്ട് നമ്മുടെ സാധാരണഗതിയിൽ തുണിക്കടയിലൊക്കെ എങ്ങനെയൊക്കെയാണോ മടക്കുന്നത് ആ ഒരു ഇത് തന്നെ. അതുകൊണ്ടാണ് അപ്പൊ ആ ഒരു വാർഡ്രോബ് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കറിയാം, ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ നല്ല വൃത്തിക്ക് അടുക്കി വെച്ചേക്കുന്നതുകൊണ്ടാണ് അവിടെ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഐറ്റംസ് ഉൾക്കൊള്ളാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളും ആ ഒരു ഫോർമാറ്റ് ആണ് ഫോളോ ചെയ്യുന്നത്. നമ്മുടെ ഷോൾഡറിന്റെ ഈ ഒരു ഭാഗം വരുന്നത്, അതായത് നമ്മുടെ ഷോൾഡറിന്റെ കൈ തുടങ്ങുന്ന ആ ഒരു അളവ് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് മടക്കുന്നത്. ഈ കൈ ഈ രീതിയിലോട്ട് തിരിച്ചു വയ്ക്കുക. അതായത് ആ ഒരു ഇത് പിടിച്ചിട്ട് തന്നെ ഇവിടെ ഒരു ഇത് പിടിച്ചിട്ട് തന്നെ മടക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ വശം ഈ കൈയും ഇതുപോലെ തന്നെ വെച്ചിട്ട്, എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗം പിടിച്ചുകൊണ്ട് ഈ ഒരു ലാസ്റ്റ് ഭാഗം വരുന്നത്. അപ്പൊ നമ്മുടെ മെറ്റീരിയൽ ഇങ്ങനായിട്ടിരിക്കും. നമ്മുടെ ഈ ഒരു കഴുത്തിന്റെ ഭാഗം അനുസരിച്ചിട്ടാണ് നമുക്ക് മടക്കേണ്ടതെങ്കിൽ നമ്മളിത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനായിട്ട് നമുക്ക് മടക്കി കിട്ടും. അപ്പൊ നമുക്ക് തുണി മടക്കി അലമാരിയിൽ വെക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം കാണാനായിട്ട് പറ്റും, ഏത് കളറിലെയാണ് ഏത് ചുരിദാറാണ് ഇരിക്കുന്നത് എന്നുള്ളത്. അതല്ല നമുക്ക് ഇത് ഒന്നിച്ച് പിടിച്ച് ഇങ്ങനാക്കി അകത്തോട്ട് മടക്കണമെങ്കിൽ അങ്ങനെയാണ് ഒന്നിച്ച് മടക്കി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് തന്നെ നമ്മുടെ ബോട്ടവും ഷോളും സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് ഞാൻ നൂത്തിടുകയാണ്. ഷോള് നമ്മൾ ഓൾറെഡി ഞാനിത് മടക്കി വെച്ചേക്കുന്നതാണ്, നമ്മുടെ അലമാരയിൽ ഇരുന്ന ചുരിദാറുകളാണ്. ഇതൊന്നും കൂടി ഞാൻ വൃത്തിയായിട്ട് മടക്കണേ. ഇത് തേച്ചിട്ടൊക്കെ മടക്കി വെക്കാമെങ്കിൽ ഒന്നും കൂടെ നല്ലതായിട്ടിരിക്കും. പിന്നെ നമ്മുടെ സമയം പോലെ, എത്ര സമയം ഇല്ലെന്ന് പറഞ്ഞാലും നമ്മൾ ഇച്ചിരി ക്ഷമയോടുകൂടി തന്നെ കാര്യങ്ങൾ ചെയ്യുക. നമുക്ക് എന്തെങ്കിലും ധൃതി വെച്ചിട്ട് കാര്യങ്ങളില്ല. അതാകുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഒരു സെറ്റ് വൃത്തിക്ക് തന്നെ ഇരിക്കുന്ന ഒരു കാര്യമാണ്. അത് നമുക്ക് എപ്പോഴായാലും അലമാര തുറന്നത് കാണുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഒരു ഹാപ്പിനെസ് വരാറുണ്ട്. ചുമ്മാ വലിച്ചു വാരി കുത്തി നിറച്ച് അലമാര ഇടുന്നതിലും എപ്പോഴും നല്ലത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്ന അലമാരയായിരിക്കും. നമ്മുടെ പാൻറ്, ഇത് ചുരിബോട്ടം പാൻറ്റാണ്. ചുരിബോട്ടം പാൻറ്റിന്റെ നാട കെട്ടുന്ന വശമാണ് ഈ അകത്തോട്ടാക്കി മടക്കുന്നത്. എന്നിട്ട് ഇത് രണ്ടും കൂടി വെച്ചേ. ഈ ഒരു രീതിയിലാണ് നമ്മുടെ പാൻറ് ഇരിക്കുന്നത്. ഇവിടെ നിന്നും ഈ ഒരു ഇത് ഈ അളവിന് ഇവിടെ കറക്റ്റായിട്ട് ഇത് കിട്ടുന്ന രീതിയിലായിട്ട് തന്നെ, ഈ ഒരു കറക്റ്റ് കിട്ടുന്നത് പോലെ തന്നെ
മടക്കിയെടുക്കാം. എന്നിട്ട് ഈ നാട കെട്ടുന്ന ഈ ഒരു ഭാഗം വരുന്നത് ഇവിടെ പിടിച്ചുകൊണ്ട് അകത്തോട്ടാക്കുക, ഇത് ഇങ്ങോട്ടാണ്. അപ്പൊ നമുക്ക് ഒരേ ലെവലില് കിട്ടും. ഇത് നമുക്ക് ഈ ഷോള് ഇങ്ങനെ മടക്കി വെച്ചേക്കുന്നതുണ്ടല്ലോ, ഇതിനകത്തോട്ട് ഈ പാൻറ് വെക്കാം. അതിനുശേഷം നമുക്ക് ഈ ടോപ്പ് മടക്കിയത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ഈ രീതിയിലോട്ട് വെച്ചിട്ട് നമ്മുടെ പാൻറ്റും ഷോളിന്റെ ഈ മടങ്ങി വരുന്ന ഭാഗം ഇവിടെ ആയിട്ട് വെക്കാനായിട്ട് ശ്രമിക്കാം. നമുക്ക് വൃത്തിയായിട്ട് ഒരു സെറ്റ് ചുരിദാർ അങ്ങനെ റെഡിയാക്കാം. ഇനി ഇതിപ്പോ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ചിലപ്പോൾ നമ്മൾ വലിച്ചിങ്ങനെ അലമാരയിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ ഇത് അങ്ങോട്ട് വിട്ടു പോകാൻ എടുക്കാൻ ചെയ്യാം. അപ്പൊ ഇവിടെ ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്യാനും പറ്റും. അതിന് നമ്മൾ ഇതെടുത്തതുപോലെ മാറ്റി നമ്മുടെ ഈ ഒരു ചുരിദാറിന്റെ ടോപ്പ് മടക്കിയതിൽ ഒരു അഡ്ജസ്റ്റ്, അതായത് ഇതൊരു മൂന്ന് പാർട്ടീഷൻ വരുന്ന രീതിയിൽ മടക്കാം. അപ്പൊ നമ്മൾ ഇത് ഇങ്ങ് കൊണ്ടുവന്ന് വെച്ചില്ല, പകരം ഇവിടം വരെ ആയിട്ടാണ് വെച്ചത്. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു പാൻറ്റും ഷോളും സെറ്റ് ഇവിടെ വെച്ചു. നമ്മുടെ ഈ ഒരു ഇതിൻ്റെതായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെയും മടക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ വെക്കുക, ഇത് ഫുള്ള് തുറന്നിടുക. ഒരു രീതിയിലും നമ്മൾ ഇതാകുമ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർഡ്രോബിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഒന്ന് വലിച്ചു കഴിയുമ്പോൾ ഒരിക്കലും ഇവിടെ ഒന്നൊരു സാധനം പോകില്ല. ഇതിങ്ങനെ സെറ്റായിട്ട് എങ്ങനെയുണ്ട്? ഇനി വേറൊരു ചുരിദാർ കാണിക്കാം. ഇതും അതേമാതിരി തന്നെ നമ്മുടെ ചുരിദാർ സെറ്റാണ്. ഇങ്ങനെ നൂത്തിട്ടത് രണ്ടായിട്ട് ചെയ്യുക, അതായത് ഈ രീതിയിൽ മടക്കുക. അത് ഞാൻ തിരിച്ച് ഇങ്ങോട്ട് ഇടുകയാണ്. അപ്പൊ നമ്മുടെ ഇത് വരുന്നത്, കഴുത്ത് വരുന്നത് ഇതാ ഇങ്ങനെയാണ്. എന്നിട്ട് അതുപോലെ തന്നെ മുമ്പ് കാണിച്ചതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ജോയിന്റിന്റെ ഈ ഭാഗം മടങ്ങി വരുന്ന രീതിയിലാണ് നമ്മളിവിടെ മടക്കുന്നത്. നമ്മുടെ കൈ മുമ്പ് കാണിച്ചതുപോലെ ഇവിടെ അതുപോലെ തന്നെ. അതിനുശേഷം നമ്മൾ ഇതിനകത്ത് മടക്കിയാൽ മതി. മടക്കി ഇതിനകത്ത് തന്നെ നമുക്ക് അതല്ല പാൻസ് മടക്കണമെങ്കിൽ ഇങ്ങനെ നോക്കാം. മറ്റേ ചുരി ബോട്ടത്തിന്റെ പാൻറ് മടക്കുന്നത് പോലെ തന്നെ ഇതും വൃത്തിയാക്കി അപ്പൊ ഇത് വേറൊരു രീതി. ഇപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേതിലും സൈസ് കുറവാണ്. നമ്മുടെ ചുരിദാർ എടുത്തു. ഇത് നമുക്ക് ഇങ്ങനെ ജോയിൻ ചെയ്ത് അടക്കാം. അതായത് ഈ രീതിയിൽ അടയ്ക്കണം. ഇനി ഇതിന്റെ നമ്മുടെ കഴുത്തിന്റെ ഇവിടെ വരുന്നത് ഇവിടെ നിന്ന് ഈ ഒരു ഭാഗം ജസ്റ്റ് ഈ ഒരു ഭാഗം ജസ്റ്റ് എന്നിട്ട് നമുക്ക് ഇതിന്റെ പാൻസ് നമ്മുടെ ഈ ഒരു നമുക്ക് ഷോള് ഈ ഒരു കാര്യം മടക്കി ഇങ്ങോട്ടാക്കി ഉള്ള കവർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് 3 രീതിയിലായിട്ട് നമുക്ക് മറ്റൊരു രീതി ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് 3 രീതിയിലൊക്കെ. അപ്പം ബൈ ബൈ.